ഇറങ്ങണം. വേഗം വരണം. മിസ്റ്റർ വെട്ടിയച്ചനല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇൻകം ടാക്സിന്നാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത്, ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. പോലീസ് പാർട്ടി ഈസ് ഹിയർ. കം ഓൺ, സെർച്ച് ഇറ്റ് ഓൾ തിങ്സ് ഫാസ്റ്റ്. ബ്ലഡി നോൺസെൻസ് സ്റ്റുപ്പിഡ്. ഇല്ലേ, നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മാറണം. Come on. Upstairs is here. Come on. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത് കാണിച്ചു തരണം. വേഗം വരണം. പറയട്ടെ. എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച്. ഹു ആർ യു? നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ വീട്ടിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല. ഇതിനകത്ത് വന്ന് കയറാൻ തറവാട്ട് വകയാ? Shut up your bloody mouth. Shut up your bloody mouth. What bloody nonsense you are talking, man? എന്നാ അയാൾ പറയുന്നത്? I say, who are you? I am George Utti, son-in-law. കൊടുക്കണം. Come on. അയ്യോ, വാറണ്ട് അടപ്പച്ച. അവരകത്ത് കയറ്റി ആ പ്രശ്നവും. താക്കോൽ എവിടെ? Who is the key? അയ്യോ, താക്കോൽ എടുക്ക്. വേഗം. പോലീസ് വരത്തിട്ട് ഒരു കാര്യമില്ല. താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല. പിന്നെ അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ. We want source of income. എന്നാ സാർ, പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ എന്താ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട. 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണമെന്ന്? 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴിയേണ്ടി ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്. ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി. ഫസ്റ്റ് പാർട്ടി. എടാ, നീ എവിടെയായിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി. അപ്പോഴേ താഴത്തെ അമ്പലത്തിൽ 8:30 മണിക്ക് നാടകവാ. പച്ചക്കണി വേഗം. താങ്ക് യു. വണ്ടി വിടാ. നേരം പോയി. ഞാനാണോടാ പൈലി നീ പറയുന്നത്? അതേ മുതലാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലേ അതിന്റെ പിന്നിൽ. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ഇനി അതേ മാർഗമുള്ളൂ. ഒരര മണിക്കൂറിന് അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ? അതെ, കുറച്ച് കാശ് എന്നാ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ലേ നല്ലത്.
നിന്നെ അതെ പിന്നെ ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താ കണ്ടില്ലേ? അവന്റെ വായിന്ന് തന്നെ വരട്ടെ. ഇതൊക്കെ മോശം. തൂമ്പെടുക്കട. എവിടെയാടാ? അറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ കുഴിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഒന്ന് മാന്തിക്കടാ. മാന്തടാ. എന്താടാ ഇത്? നടക്ക. നിങ്ങളൊക്കെ എവിടെ നടക്കടാ. നടക്കടാ. എന്നാണെന്ന് നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം. എന്തിന്? നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചിട്ട് നല്ല ഒന്നാം തരം തേക്കും തടി. ഓഹോ, നമ്മളാരാ മനസ്സിലായില്ലോ. വേഷം കണ്ട അറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരുടെ അടുത്ത് വന്നതാ. ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം. ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കലപിടിപ്പിക്കരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും. ഇല്ലേ? ഞാൻ പഠിപ്പിച്ചേരാം. പോലീസിൽ ചേരണല്ലേ? പോലീസിൽ ചേരണ്ട. പുതിയ HCA ചീരം കണ്ടെത്തി ഇട്ടിച്ചും പിടിച്ച് അടിക്കുന്നു സാർ. എന്താ പ്രശ്നം? കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ ഇയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു. ഇവൻ ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെയാ? ഒരു ഇഷ്യൂ ആയ സ്ഥിതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി. അത് മതി. എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കില്ല. അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാനെ നിനക്കിന്ന് കൊണ്ടുപോകണോ? അല്ലെങ്കിൽ 2 ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്. വേണ്ട സാർ, ഇത് മതി. ഇവിടെ വാ.
തനിക്കെന്റെ ബാപ്പാടെ പ്രായമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായത് തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നസ്രാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ, തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് ഈ നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടുപോടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിലേക്ക് പോ.